എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമ്പനയിൽ കണ്ട പോലെ തീ പോലും കത്തിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡായിട്ടുള്ള മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ ഈ ഒരു മിൽക്ക് മെയ്ഡ് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനൊരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിറയെ ഞാൻ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആ പാൽപ്പൊടി ഞാനൊരു വലിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ മിക്സി എടുക്കാൻ കാരണം ഇത് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് പകുതി വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയ മിക്സിൻ്റെ ജാർ എടുത്താൽ മതി. അപ്പോൾ അതേ അളവിൽ തന്നെ നമ്മൾ പഞ്ചസാരയും കൂടെ ആ ഒരു കപ്പിൽ തന്നെ അതേ അളവിൽ അതേ പാൽപ്പൊടി എത്ര നമ്മൾ എടുത്തോ അത്ര തന്നെ അളവിൽ പഞ്ചസാരയും കൂടെ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ അൺസാൾട്ടഡ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ എടുത്ത ഈ കപ്പുണ്ടല്ലോ, ഈ കപ്പിൽ അരക്കപ്പ് വെള്ളം. അപ്പം ഞാനിപ്പോൾ എടുത്ത ഈ പാൽപ്പൊടിക്കും പഞ്ചസാരക്കും ഈ അരക്കപ്പ് വെള്ളം കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾക്കിത് ലൂസായിട്ടാണ് മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, ഇളം ചൂടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ അൺസാൾട്ടഡ് ബട്ടർ കൂടെ ചേർത്ത് ഇനി അതിലേക്ക് ഈ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഞാനിപ്പോൾ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഞാൻ ഇത് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ തന്നെയാണ് അധികം ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കിയാൽ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടില്ലേ. ഇങ്ങനെ കിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാൽ. പക്ഷെ നമ്മുടെ മെഷർമെൻറ്റും എല്ലാം കറക്റ്റായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ആക്കുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നല്ല അടച്ചുറപ്പുള്ള ചില്ലിൻ്റെ കുപ്പിയോ അങ്ങനെ എയർ ടൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒന്നിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാനിത് പുറത്ത് വെച്ച് നോക്കിയിട്ടില്ല. നമ്മളിപ്പോൾ ഇതിൽ ഒന്നും വേറൊന്നും കെമിക്കലായിട്ടുള്ള ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് പുറത്ത് വെച്ച് ഞാൻ നോക്കിയിട്ടുമില്ല. ഞാൻ ഇതെപ്പോഴും ഉണ്ടാക്കിയാൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സൂക്ഷിക്കൽ. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് പുറത്ത് വെച്ച് നോക്കാത്തതുകൊണ്ട് എനിക്ക് ഇത് കേടായി പോകുന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ നമുക്കിത് 2 കുപ്പിയിലും ആക്കിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ഡെസേർട്ട് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കുമല്ലോ ആ ഒരു ഡെസേർട്ടിന്. അപ്പോൾ ഇതിൻ്റെ കളറ് വൈറ്റ് കളർ കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഇത് വൈറ്റ് കളറാണ് ഇതിൻ്റെ ടേസ്റ്റ് മാറ്റേണ്ട ഒന്നുമില്ല. അതന്നെ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ വാങ്ങിക്കുന്നു അതേ സെയിം ടെക്സ്ചറിൽ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓഫ് വൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇതിന്. അപ്പോൾ വീഡിയോയിൽ അതൊരു വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കളറിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞത്. ഓഫ് വൈറ്റാണ് കേട്ടോ കളറ്. അപ്പോൾ നമ്മളെ ക്യാമറയിൽ അതുമാത്രമല്ല പുറത്ത് സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചം കൂടി അടിക്കുന്നതുകൊണ്ട് ഒരു വൈറ്റ് കളറായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണോ, ഒരു ലൈക്ക് തരണോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലം ബായ്.